പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹാൾ ടിക്കറ്റുമായി വിദ്യാർത്ഥി എത്തിയ സംഭവത്തിൽ കുറ്റം സംബന്ധിച്ച് അക്ഷയ സെന്റർ ജീവനക്കാരി വിദ്യാർത്ഥിയുടെ അമ്മ നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാൻ ഏൽപ്പിച്ചിരുന്നുവെന്നും എന്നാൽ അപേക്ഷിക്കാൻ താൻ മറന്നുപോയെന്നും ജീവനക്കാരി ഗ്രീഷ്മയുടെ ഏറ്റുപറച്ചിൽ. ഗ്രീഷ്മയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ശ്രീരാജ് ബാബുണ്ട്. ശ്രീരാജ്, ആൾമാറാട്ടത്തിന് പിന്നാലെ ഇപ്പോൾ നിർണായകമായ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? സേതു, ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്നുമാണ് ഈ അക്ഷയ സെന്റർ ജീവനക്കാരിയെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇന്നലെ തന്നെ ഈ വിദ്യാർത്ഥിയും പിടിക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ അമ്മയും മൊഴി നൽകിയിരുന്നു. അക്ഷയ സെന്റർ ജീവനക്കാരിയാണ് ഇത്തരത്തിൽ തങ്ങളെ ചതിച്ചത്. വ്യാജ കാർഡായിരുന്നു എന്ന് തങ്ങൾക്ക് അറിയില്ലായിരുന്നു, വ്യാജ ഹോൾ ടിക്കറ്റ് ആയിരുന്നു എന്ന് തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ മൊഴിയായിരുന്നു പോലീസിന് നൽകിയത്. അതിന് പിന്നാലെ ഇന്ന് പുലർച്ചെ പത്തനംതിട്ടയിൽ നിന്നും പോയ പോലീസ് സംഘമാണ് നെയ്യാറ്റിൻകരയിൽ നിന്നും ഈ അക്ഷയ സെന്റർ ജീവനക്കാരിയെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. നിലവിൽ ഈ അക്ഷയ സെന്റർ ജീവനക്കാരിയെ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അതായത് ഇവർ പറയുന്നത് ഇങ്ങനെയാണ്: ഈ വിദ്യാർത്ഥിയുടെ അമ്മ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ നൽകാനായി അക്ഷയ സെന്ററിൽ തന്നെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ അക്ഷയ സെന്ററിൽ നിന്നും അത് അപേക്ഷിക്കുന്നതിന് താൻ മറന്നുപോയി അത്തരത്തിലൊരു നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ. ഈ അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് താൻ വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചത് എന്നാണ് നിലവിൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതേ അക്ഷയ സെന്ററിൽ തന്നെ അപേക്ഷിച്ച മറ്റൊരു വിദ്യാർത്ഥിയുടെ ഹോൾ ടിക്കറ്റിനോടൊപ്പം ഈ വിദ്യാർത്ഥിയുടെ ഇന്നലെ പിടിക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ പേര് വിവരങ്ങളും മറ്റു വിവരങ്ങളും എല്ലാം തന്നെ എഡിറ്റ് ചെയ്ത് വ്യാജ ഹാൾ ടിക്കറ്റ് ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് നിലവിൽ ഈ ഗ്രീഷ്മ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ ഈ അക്ഷയ സെന്റർ ജീവനക്കാരിയായ ഗ്രീഷ്മ ഉള്ളത്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. എന്തായാലും കൂടുതൽ അന്വേഷണം ഇതിന് ആവശ്യമുണ്ട്. മറ്റാരുടെയെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടോ ഇത്തരത്തിൽ വ്യാജ ഹോൾ ടിക്കറ്റ് ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും സഹായം പുറമേ നിന്നും ഈ പെൺകുട്ടിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യമെല്ലാം തന്നെ വിശദമായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതാൻ വരുന്നു, വ്യാജ ഹോൾ ടിക്കറ്റ് ആണെന്ന തരത്തിൽ പിടിക്കപ്പെടുന്നു. പക്ഷേ ഈ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളോ ഇതറിഞ്ഞിരുന്നില്ല. തങ്ങൾ വ്യാജ ഹോൾ ടിക്കറ്റുമായിട്ടാണ് പരീക്ഷയ്ക്ക് എത്തിയത് എന്ന തരത്തിൽ. എന്നാൽ ഈ പത്തനംതിട്ട പോലീസ് പറയുന്നത് ഈ വിദ്യാർത്ഥിയുടെ അമ്മയ്ക്ക് അത് തിരിച്ചറിയാനുള്ള അത്ര പരിജ്ഞാനം ഇല്ലായിരുന്നു, വിദ്യാർത്ഥിയും അത്ര ശ്രദ്ധിച്ചില്ല ഹോൾ ടിക്കറ്റിനകത്ത് അത്തരത്തിലുള്ള എഡിറ്റ് ചെയ്ത് കയറ്റിയ ഭാഗങ്ങൾ എന്നാണ് നിലവിൽ പത്തനംതിട്ട പോലീസ് ഇന്നലെ നമ്മളോട് പറഞ്ഞത്. എന്തായാലും നിലവിൽ അക്ഷയ സെന്റർ ജീവനക്കാരിയായ ഗ്രീഷ്മ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. സേതു. ശരി ശ്രീരാജ, വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹാൾ ടിക്കറ്റുമായി വിദ്യാർത്ഥി എത്തിയ സംഭവത്തിൽ ഇപ്പോൾ അക്ഷയ സെന്റർ ജീവനക്കാരി കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ശ്രീരാജ് ബാബു പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.